പരിഷത്ത് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ആദ്യം കൃത്യമായി നമുക്കുണ്ടാവേണ്ട ഒരു ധാരണ കഴിഞ്ഞ 60 വർഷത്തെ പരിഷത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും വിനിമയത്തിൽ വളരെ നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അത് ഇതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും വളരെ ലളിതമായിട്ട് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ മലയാള ഭാഷയിൽ ശാസ്ത്രം എഴുതുക, പിന്നീട് അതുപോരാ വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ക്ലാസ്സുകളിലേക്ക് ശാസ്ത്ര സാംസ്കാരിക ജാഥകളിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് അതും പോരാ ചിലപ്പോൾ ഇത്തരം ഭാഷ മതിയായില്ലെങ്കിലോ എന്ന് ചോദിച്ച് ശാസ്ത്ര കലാജാഥ പോലെയുള്ള ഒരു വിനിമയ ശൈലി, എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും അപൂർവമായ ആശയ വിനിമയ ശൈലി രൂപീകരിച്ചെടുത്ത ഒരു സംഘടനയായിരിക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് 70കളിലും 80കളിലും ഒക്കെയാണ്. 70കളിലൊക്കെ ഞാൻ കോളേജിലാണ്, 80കളിലും കോളേജിന്റെയും ഒക്കെ തുടക്കത്തിലാണ്. ആ സമയത്ത് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വികസിപ്പിച്ചെടുത്ത അറിവിന്റെയും സംസ്കാരത്തിന്റെയും വിനിമയം ഞങ്ങളുടെ തലമുറയെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ കേൾക്കുന്നവരിൽ ഏത് പ്രായത്തിലുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല. അവരൊക്കെ എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പല സമയത്തും എൻ്റെ സംഭാഷണങ്ങളിൽ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചത് ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു രാത്രിയിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ജാഥയായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. അന്ന് ഈ തിയേറ്ററിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയമാണ്. കാവാലം ഒരു ഭാഗത്തുണ്ട്, ജി ശങ്കരപ്പിള്ളയുണ്ട്. ഇങ്ങനെ വലിയ മഹാരഥന്മാർ സാംസ്കാരിക രഥയിൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അങ്ങനെ സാംസ്കാരിക രംഗത്ത് വലിയ എന്താ പറയുക, വലിയ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ വയ്യാത്ത സ്കൂൾ അധ്യാപകരും ശാസ്ത്ര അധ്യാപകരും ഒക്കെ കൂടെ ചേർന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ശൈലി വികസിപ്പിച്ചെടുക്കുന്നത്. സത്യത്തിൽ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ എടുക്കാൻ കഴിഞ്ഞ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നാം ഇന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഇന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ സ്വഭാവം മാറി, ഭാഷയുടെ സ്വഭാവം മാറി, വിനിമയ രീതികളൊക്കെ മാറി. എങ്കിൽ പോലും 70കളുടെ അവസാനം ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന എന്നെ എൻ്റെ സമൂലമായ ചിന്താരീതിയെ തിരിച്ചുവിടാൻ പ്രേരകമായ വിധത്തിൽ സ്വാധീനിച്ച തരത്തിലുള്ള ഒരു വിനിമയ ശൈലി ഇക്കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ മാത്രം കുഴപ്പമാണോ, അതോ ഈ മാറി വന്ന അതിന്റെ സ്വഭാവം എന്തായാലും? മീഡിയ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചർ എന്നാണ് ഞാൻ ബ്രോഡായിട്ട് മാധ്യമം, വികസനം, സംസ്കാരം, കേരളത്തിന്റെ ചരിത്രത്തിൽ കൂടിയുള്ള ഒരു യാത്ര എന്നാണ് ഇതിന് പൊതുവായി പേരിട്ടിരിക്കുന്നത്. ഞാൻ കുറച്ചൊരു കുഴപ്പം പിടിച്ച ഒരു കൊട്ടേഷനിൽ തുടങ്ങുന്നത് ഇന്നലെ ദീപകിന്റെ സംഭാഷണത്തിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ദീപക് കഴിഞ്ഞ ഒരു 100, 150, 200 വർഷത്തിനുള്ളിൽ സാങ്കേതിക വിദ്യകൾ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വിവരവിനിമയത്തിന്റെ സാങ്കേതിക മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ പഠന രംഗത്ത് അതിന്റെ ഏറ്റവും പ്രശസ്തനായ മാർഷൽ മക്ലൂഹിന്റെ ഒരു വാചകമുണ്ട്. മാൻ ദ ഫുഡ് ഗ്യാദറർ reappears incongruously as information gatherer. In this role, electronic man is no less a nomad than his Paleolithic ancestors. കുറച്ച് സങ്കീർണമായ ഒരു വാചകമാണ്, എങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർഷൽ മക്ലൂഹിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലോകത്ത് സാങ്കേതിക വിദ്യകൾ ധാരാളം മാറുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സ് പഴയ ഗുഹാമനുഷ്യന്റെ മനസ്സാണ് എന്നാണ്. അത് കുറച്ചൊരു പ്രശ്നഭരിതമായ വാചകമായിട്ട് പലർക്കും തോന്നുമായിരിക്കും. അതായത് 70കളുടെ ആദ്യം എനിക്ക് കിട്ടുമായിരുന്ന സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു 200 വർഷം മുൻപ് ജീവിച്ചിരുന്നവർക്ക് കിട്ടിയിരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ എനിക്ക് കിട്ടിയിരുന്നു.
അത് ഗുട്ടൻബർഗിനൊക്കെ പറയും നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ആ ചരിത്രപരമായി നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യന്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാവുന്നില്ല. നമ്മുടെ മനസ്സിപ്പോഴും ആ പഴയ ഗുഹാമനുഷ്യന്റെ മനസ്സിലാണ് എന്നൊരു വാചകം മാർഷൽ മക്ലൂഹൻ പറയും. എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചൊരു സങ്കീർണമായ വാചകമാണെങ്കിലും അത് ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആ ഫോട്ടോ ആരാണ് നിങ്ങൾക്കറിയാം, ടോൾസ്റ്റോയ് ആണ്. ആ ചോദ്യം ചോദിച്ചത്, ഈ ചോദ്യം ആ സ്ലൈഡിൽ പറഞ്ഞ തരത്തിലുള്ള ചോദ്യമല്ല ടോൾസ്റ്റോയ് ചോദിച്ചത്. ടോൾസ്റ്റോയുടെ ആ ചോദ്യം നമുക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് എന്നുള്ള വളരെ പ്രശസ്തമായൊരു ചോദ്യമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ, നമ്മുടെ ഒരു മാധ്യമ കാലാവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ആവേശമായിട്ട് ഞാൻ പങ്കുചേരുന്ന സമയത്ത്, സ്കൂൾ തലം കഴിഞ്ഞ് കോളേജ് തലം കഴിഞ്ഞ് വരുന്ന ഒരു സമയത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ വാതിലുകൾ എന്തൊക്കെയായിരുന്നു. അതിൽ നിന്ന് ഇന്നത്തെ കുട്ടികളിലേക്ക് വരുമ്പോഴേക്കും എത്ര തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എൻ്റെയൊക്കെ കോളേജ് 70കളിൽ, എനിക്ക് ഈ ഇവിടെ ഉള്ളവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് അറിയണമെന്നുണ്ട്. എന്തായാലും 70കളിലൊക്കെ എൻ്റെ ലോകത്തിനെ കുറിച്ചുള്ള വാതിൽ എന്ന് പറയുന്നത് രാവിലെ വരുന്നൊരു പത്രം, ചിലപ്പോൾ കിട്ടുന്ന ഒരു റേഡിയോ, അപൂർവമായി കിട്ടുന്ന ചില പുസ്തകങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ലോകത്തെ മനസ്സിലാക്കാനുള്ള ഈ വാതിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനേക്കാൾ ഏറെ വലിയ തരത്തിലുള്ള ഇൻഫർമേഷൻ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ടോൾസ്റ്റോയുടെ ആ ചോദ്യത്തിന് നമ്മളൊന്ന് തിരിച്ചിടുകയാണെങ്കിൽ, ഹൗ മച്ച് ലാൻഡ് എന്ന് പറയുമ്പോൾ ഹൗ മച്ച് മീഡിയ ഡസ് എ മാൻ റിക്വയർ ചോദിക്കുമ്പോഴേ, സത്യത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ ആവശ്യമുള്ള ഒരു സമൂഹമാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇതിനകത്ത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സ്ഥാപനയ്ക്കായിട്ട് ശശികുമാർ പറയുന്ന രസകരമായൊരു താരതമ്യമുണ്ട്. അത് എക്കണോമിക്സിന്റെ തിയറി ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയും. നമ്മുടെ ലഭ്യത കൂടുന്തോറും നമ്മുടെ അതിനോടുള്ള കൗതുകം കുറഞ്ഞു വരും. ഒരു വലിയൊരു ബുഫേ ഡിന്നറിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഒരല്പം ചോറോ തൈരോ കഴിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല എന്ന ഒരു നിഗമനം അദ്ദേഹം പറയാറുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന മാധ്യമത്തിന്റെ ഒരു ലഭ്യത നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്, കൂടുതൽ സങ്കീർണത നിറഞ്ഞതാണ്. അപ്പം ഈ സങ്കീർണതയെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മൾ ഈ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ, ഞങ്ങളൊക്കെ ദൂരദർശനൊക്കെ വരുന്ന 80കളുടെ ആദ്യം മുതൽ അവിടെ എത്തുന്ന തരത്തിൽ നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ധാരകളാണ് മാധ്യമങ്ങൾക്കുള്ളത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാര ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പത്രങ്ങളായിരുന്നു. പത്രങ്ങൾ മാത്രമേ അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ അതിന് സമാന്തരമായിട്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആകാശവാണിയാണെങ്കിലും ദൂരദർശനാണെങ്കിലും സമാന്തരമായിട്ട് ഒരു വളരെ പ്രബലമായ ഒരു മാധ്യമധാര ഉണ്ടായിരുന്നു. ഈ മാധ്യമധാര പ്രധാനമായിട്ടും 2 പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലനിന്നിരുന്നത്. അതിലൊന്ന്, ഇപ്പോൾ നമ്മൾ ഒരിക്കലും പറഞ്ഞു കേൾക്കാത്ത ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷൻ, വികസനോന്മുഖമായ വിവരവിനിമയം എന്ന് പറയാവുന്ന ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒന്ന്. മറ്റൊന്ന് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് 84-ൽ ഞാൻ ദൂരദർശനിൽ ചേരുന്ന സമയത്ത് അന്ന് പ്രബലമായിരുന്ന ഈ 3 ധാരകൾ നമുക്കുണ്ട്. ഒന്ന്,
ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന പത്രങ്ങൾ. 2 ഇപ്പോൾ നിലനിൽക്കുന്ന മാധ്യമ സംവിധാനം വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കണം എന്നിങ്ങനെ പറയുന്ന 2 പ്രബലമായ ധാരകളാണ് 80കളിലൊക്കെ ഉണ്ടായിരുന്നത്. ഏകദേശം ഈ കാലത്താണ്, 70കളുടെ അവസാനമാണ്, അന്ന് വളരെ പ്രശസ്തമായിരുന്ന യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം വന്ന മക്ബ്രൈഡ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. മക്ബ്രൈഡ് റിപ്പോർട്ട് മെനി വോയിസസ് വൺ വേൾഡ്, നാനാനാദം ഏകലോകം എന്ന പേരിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ഊന്നി പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 80കൾ വരെ ഉണ്ടായിരുന്ന മാധ്യമത്തിന്റെ സ്വഭാവം, ഒരു മാധ്യമത്തിന്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നത്. അതിൽ ഊന്നൽ നൽകുന്നത് എപ്പോഴും ഒരു സമൂഹത്തിന്റെ വികസനത്തിനായിരിക്കും. അതായത് 50കൾ മുതലുള്ള ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ആകാശവാണി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ദൂരദർശന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1959-ലാണ്. ഏകദേശം ഈ സമയത്ത് 60കൾ മുതലാണ് നമുക്കറിയാവുന്ന പോലെ ഗ്രീൻ റവല്യൂഷൻ വരുന്നു. 1976 സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എന്ന് പറയുന്ന സൈറ്റ് എക്സ്പെരിമെന്റ് വരുന്നു. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം മാധ്യമങ്ങളുടെ സ്വഭാവം എന്ന് പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായിരുന്നത്. അത് വളരെ രസകരമായ മറ്റൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് 50കളോടെ ടെലിവിഷനൊക്കെ വളരെ ധാരാളം വളർച്ച നേടിയ ഒരു ടെക്നോളജിയാണ്. എന്നാൽ നെഹ്റുവിനെ പോലെ താരതമ്യേന വളരെ മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് ഔട്ട്ലുക്ക് ഉണ്ട് നമ്മൾ കരുതുന്ന ടെക്നോളജിയോട് വലിയ താല്പര്യമുള്ള ഒരാളുണ്ടായിട്ട് പോലും ടെലിവിഷന് ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഇതുപോലത്തെ ഒരു രാജ്യത്ത് ഇത്രയും ഒരു പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് വളർത്തണം എന്നുള്ളൊരു തോന്നൽ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വിക്രം സാരാഭായിയുടെയൊക്കെ അല്ലെങ്കിൽ വളരെ ഇനിഷ്യേറ്റീവിലാണ് ഇത്തരത്തിലുള്ള പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി, ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇത്തരത്തിലുള്ള മാധ്യമധാരകൾ ഉണ്ടാവണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്. അപ്പം അത് വളരെ പ്രബലമായിരുന്നു. അന്നത്തെ ആകാശവാണിയുടെ ഗ്രീൻ റവല്യൂഷനിലൊക്കെയുള്ള ഇമ്പാക്ട്, റേഡിയോ റൈസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ സജീവമായിട്ട് മാധ്യമ പ്രവർത്തനവുമായി ഇഴചേർക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ എൻ്റെ മാധ്യമ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ അത് 50കൾ, 60കൾ, 70കൾ ഒക്കെ കഴിഞ്ഞ് 80കളിലാണ് ഇത് ഏറ്റവും സജീവമായി വന്നത്. ഇന്ത്യയിൽ മുഴുവൻ ടെലിവിഷന് വലിയ നെറ്റ്വർക്ക് ഉണ്ടാവുന്നു. ആ നെറ്റ്വർക്ക് എല്ലാ റീജിയണൽ ഭാഷകളിൽ ഉണ്ടാവും. ആ രീതിയിലായിരുന്നു 80കൾ വരെയുള്ള നമ്മുടെ ഒരു ഇന്ത്യയിൽ നിലനിന്നിരുന്ന മാധ്യമത്തിൽ ധാര. പക്ഷേ 90കളുടെ ആദ്യമാകുമ്പോഴത്തേക്കും ഈ രംഗം പൂർണ്ണമായിട്ട് മാറി. നമുക്കറിയാവുന്നതുപോലെ കേബിൾ ആൻഡ് സാറ്റലൈറ്റ് ടെലിവിഷന്റെ ഒരു കാലം വന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന, ഞാനിങ്ങനെയൊക്കെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നും ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു സർക്കാർ മാധ്യമങ്ങളുടേതായ എല്ലാ പരിമിതികളും ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 90കളുടെ ആദ്യം ഈ കേബിൾ ആൻഡ് സാറ്റലൈറ്റ് ടെലിവിഷൻ വന്നത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റമായിരുന്നു. അവരതിനകത്ത് കണ്ട വർണ്ണ വൈചിത്ര്യവും ബഹുസ്വരതയും പലതരത്തിലുള്ള, അതുവരെ കാണാത്ത തരത്തിലുള്ള പലതരം പ്രോഗ്രാമുകളും, ആ പല പ്രോഗ്രാമുകളും ലോകത്തെ എന്താ പറയുക, ഏറ്റവും അഡ്വാൻസ്ഡ് ടെലിവിഷൻ കമ്പനികളുടെ സിൻഡിക്കേറ്റഡ് പ്രോഗ്രാംസ് ആയിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് നമുക്കറിയാം. ഈ സോപ്പ് ഓപ്പറകളാണെങ്കിലും റിയാലിറ്റി ഷോകളാണെങ്കിലും തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ്, നമ്മുടെ ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷൻ മാത്രം നിന്നിരുന്ന ദൂരദർശൻ പോലുള്ള സ്ഥാപനങ്ങളെ പുറകോട്ടാക്കി സാറ്റലൈറ്റ് ടെലിവിഷൻ വലിയ മുൻപോട്ടുള്ള കുതിപ്പ് ഉണ്ടായതാണ് 90കളിൽ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ മാധ്യമങ്ങളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നതാണ്. അതുവരെ
പത്രം നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും, അല്ലെങ്കിൽ ടെലിവിഷനിലും റേഡിയോയിലും ഒരുപാട് കാലം വരെ ലൈസൻസ് ഫീ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. അത്തരത്തിൽ നിങ്ങൾ സർക്കാരിന്റെ ചുമതലയിൽ പൈസ നിങ്ങൾ ചെലവഴിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. എന്നാൽ സാറ്റലൈറ്റ് ആൻഡ് കേബിൾ ആൻഡ് സാറ്റലൈറ്റ് ടെലിവിഷൻ വന്നോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് മൊണോപ്പൊളിയിലേക്ക് മാറി. നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ പരസ്യ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വന്നു. അങ്ങനെ പരസ്യ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയതോട് കൂടിയിട്ട് ആരാണോ പരസ്യം തരുന്നത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ എല്ലാ ചാനലുകളും പ്രേരിപ്പിക്കും. ഇനി ഈ അഡ്വർടൈസ്മെന്റും നമ്മുടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് തമ്മിലുള്ള ബന്ധവും വളരെ രസകരമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് എന്ന് കൂടി നമുക്ക് വിളിക്കാവുന്ന മഹാത്മാഗാന്ധി, അദ്ദേഹം ആദ്യകാലത്ത് തുടങ്ങിയിരുന്ന 4 പ്രധാനപ്പെട്ട ജേർണലുകളിൽ ഒന്നിൽ പോലും പരസ്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, പരസ്യങ്ങൾ സ്വീകരിക്കുന്നത് മാധ്യമത്തിന്റെ ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഏകദേശം ഈ ചിന്ത തന്നെയാണ് നമ്മുടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗിൽ തുടരുന്നത്. ആകാശവാണി ആദ്യത്തെ പരസ്യമെടുക്കുന്നത് 1967 ദൂരദർശൻ ഞങ്ങൾ തുടങ്ങിയ സമയത്തൊന്നും പരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ 90കളിൽ കേബിൾ ആൻഡ് സാറ്റലൈറ്റ് ഇൻവേഷൻ വരുന്നു. ഇതിനോട് പിടിച്ചു നിൽക്കാനായിട്ട് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകുന്നു. ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് പിറകോട്ട് പോകുന്നു. ഈ സമയത്താണ് ദൂരദർശനും പതുക്കെ മാർക്കറ്റിലേക്കുള്ള എൻട്രി ആവുന്നത്. പൊതുവെ അങ്ങനെ നമ്മൾ അതുവരെ കണ്ടിരുന്ന മാധ്യമങ്ങളുടെ സ്വഭാവം മാറി. മാധ്യമങ്ങൾ മാർക്കറ്റിനെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, പരസ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഉള്ളടക്കം സൃഷ്ടിച്ചു തുടങ്ങി. ഇതേക്കുറിച്ചൊക്കെ വളരെ ഗഹനമായ പഠനങ്ങൾ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊക്കെ പലർക്കും വായിച്ചിട്ടുണ്ടാകുന്ന ഒരു പുസ്തകമാണ് സിദ്ധാർത്ഥ് മുഖർജിയുടെ എംപറർ ഓഫ് ഓൾ മെലഡീസ് എന്ന പുസ്തകം. അത് ക്യാൻസറിനെ കുറിച്ചാണ്. അതിനകത്ത് ഒരു ചാപ്റ്റർ മുഴുവൻ സിഗരറ്റ് സ്മോക്കിംഗ്, ടുബാക്കോ ആൻഡ് ക്യാൻസർ ആണ്. അത് വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. ഇറ്റ്സ് എ ചാപ്റ്റർ ഓൺ ഹൗ അഡ്വർടൈസിങ് ഡിറ്റർമിൻസ് കണ്ടന്റ് ഇൻ ടെലിവിഷൻ. എങ്ങനെയാണ് 1940 മുതൽ 75 വരെ, ഏകദേശം 40ഓളം വർഷം കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ടൊബാക്കോക്കെതിരായിട്ട് ഒരു പരസ്യം പോലും കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഈ പരസ്യ കമ്പനികൾക്ക് കഴിഞ്ഞതെന്ന് അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടായി. ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ ധാരാളം ബഹുസ്വരം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ധാരാളം ഓപ്ഷൻസ് കാഴ്ചക്കാർക്ക് കിട്ടുന്ന തരത്തിൽ ചാനലുകൾ വരുന്നു എന്നുണ്ടെങ്കിലും, മറുഭാഗത്ത് വളരെ അനുക്രമമായി ഈ മാധ്യമരംഗത്ത് ഒരു വലിയ കുത്തകവൽക്കരണം നടക്കുന്നുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് വളരെ പ്രശസ്തമായ ഒരു പഠനം നടത്തിയിരിക്കുന്നത് ബെൻ ബൊഗ്ദക്കിയാൻ എന്ന് പറയുന്നൊരു മാധ്യമ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മീഡിയ മൊണോപ്പൊളി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ മീഡിയ മൊണോപ്പൊളി 1984 ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ലോകത്തെ സാംസ്കാരിക വിനിമയത്തെ നിർണ്ണയിക്കുന്നത് 50 മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. ലോകം മുഴുവനുള്ള എല്ലാ മാധ്യമ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ നമുക്ക് 80കളിലൊക്കെ ടെലിവിഷനൊക്കെ കണ്ടവർക്കറിയാം, അക്കാലത്ത് വന്നിരുന്ന ഈ സോപ്പ് ഓപ്പറകള്, സിറ്റ്കോമുകള്, മറ്റു തരത്തിലുള്ള ഷോകൾ, ഇതെല്ലാം തന്നെ എല്ലാം ലോകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് രൂപീകരിക്കപ്പെട്ട ഡിസൈനുകളാണ്, അതിന്റെ സിൻഡിക്കേറ്റുകളാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ പോലത്തെ ദരിദ്ര രാജ്യങ്ങളൊക്കെ അനുകരിച്ചുകൊണ്ടുള്ള മോഡലുകൾ വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്നലെ ദീപക് ഈ വ്യാവസായിക രംഗത്ത് ഫോഡിസം എന്ന് പറഞ്ഞു, അതായത് ഉൽപ്പന്നങ്ങൾ ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായി വരുന്ന ക്യാപിറ്റലിസ്റ്റ് രീതിയായിട്ട് ഫോഡിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫോഡിസം പോലെ തന്നെ ഒരു കൾച്ചറൽ ഫോഡിസം, ലോകം മുഴുവൻ ഉണ്ടാവുന്നത് ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിട്ട്
മാറുന്നു. ഒരേ ഒരേ തരത്തിലുള്ള സാംസ്കാരിക ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ നമ്മൾ അറിയാത്തതിന് വലിയ കുത്തകവൽക്കരണം മാധ്യമരംഗത്ത് സംഭവിച്ചു കഴിഞ്ഞു. ആ മാധ്യമരംഗത്തെ കുത്തക വൽക്കരണത്തെ നിയന്ത്രിക്കുന്നത് 50 മൾട്ടിനാഷണൽ കമ്പനികളാണ് എന്നാണ് 1984 ബെൻ ബോക്തികൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പുസ്തകം രണ്ടാമത് പറഞ്ഞത് 2004 അതിനിടയ്ക്ക് ഈ ഏകദേശം 20 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ലോക സാംസ്കാരിക മേഖലയെ പൂർണ്ണമായും 5 കമ്പനികളാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നിരുന്നു 5 കമ്പനികളായിട്ടാണ് അത് ചുരുങ്ങിയത്. അപ്പം അതിന്റെ പേരുള്ള വാൾട്ട് ഡിസ്നി അടക്കമുള്ള 5 കമ്പനികളാണ്. അത് മാറി മാറി വരും, കാരണം ഇവരുടെ വാങ്ങലും വിൽക്കലും ഒക്കെ വരും. എങ്കിൽ പോലും ഇപ്പൊ ലോകത്തിന്റെ മൊത്തം മാധ്യമത്തെ സാംസ്കാരിക, ഇപ്പൊ നമ്മള് സംസ്കാരത്തിൽ സിനിമയും സംഗീതവും ഒക്കെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നിർണ്ണയിക്കുന്നത് 5-6 മൾട്ടിനാഷണൽ കമ്പനികളാണ്. അത്രയും ചുരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് ധാരാളം സാധ്യത ഉണ്ടെന്ന് തോന്നുമെങ്കിലും അത്തരത്തിലുള്ള വലിയ ചുരുക്കം ഉണ്ടായിക്കഴിഞ്ഞു. ഏകദേശം ഇതേപോലെ തന്നെ മീഡിയ മൊണോപ്പൊളി ഇന്ത്യയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ 700-800ഓളം ചാനലുകൾ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇന്ത്യൻ ന്യൂസ് ചാനലുകളുടെ ഘടന നോക്കിയാൽ തന്നെ 71 ചാനലാണ് റിലയൻസിന് മാത്രമുള്ളത്. ആ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ട പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മാധ്യമങ്ങളുടെയും ഭാഗത്ത് ഇപ്പൊ വന്നത് ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന 5-6 മൾട്ടിനാഷണൽ കമ്പനികളാണ് മാധ്യമത്തെയും സംസ്കാരത്തെയും മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അതിനെപ്പറ്റി ബോഗ്ദാൻ പറയുന്നത്, ലോക ചരിത്രത്തിൽ ഒരു ഏകാധിപതിക്കുമില്ലാതിരുന്ന അധികാരമാണ് ഈ മാധ്യമ കുത്തകകൾക്കുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നോ ഡിക്റ്റേറ്റർ ഹാഡ് സോ മച്ച് പവർ. ഇപ്പൊ നമ്മൾ മർഡോക്കിന്റെ ഒക്കെ കഥകൾ വായിക്കാം. അവരുടെ ലണ്ടനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് പടർന്നു കിടക്കുന്ന വലിയ വ്യാപാര ശൃംഖല വഴി അദ്ദേഹം ലോക സാംസ്കാരിക കമ്പോളത്തെ, കമ്പോളം എന്ന വാക്കിനെ നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് നിയന്ത്രിച്ചത്. അപ്പം ഇത്തരത്തിൽ വലിയ ഏകാധിപതികൾ സാംസ്കാരിക രംഗത്തുണ്ടായ ഒരു കാലത്താണ് നമ്മൾ വളർന്നു വന്നത്. ഇതേക്കുറിച്ച് ഇതെങ്ങനെയാണ് ഈ കുത്തകവൽക്കരണവും എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ലോകത്തെ ബാധിക്കുന്നത്? അതില് ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന നോം ചോംസ്കിയുടെ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്നതാണ്. അതായത് മലയാളത്തിൽ എങ്ങനെ പറയും, മാനുഫാക്ചറിങ് കൺസെന്റ്, അതായത് പൊതുസമ്മതിയുടെ നിർമ്മാണം. നമ്മള് ഒരു സമൂഹത്തിലെ ചില പൊതുധാരകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ഇന്ത്യൻ സമൂഹത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ചില പൊതുധാരകൾ ഉണ്ടായി വരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്, അതാണ് ചോംസ്കി, ഹെർമാൻ മുതലായവർ പഠിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കുത്തകവൽക്കരണം നടക്കുന്നു, മറുഭാഗത്ത് ഈ കൺസെന്റ്, നമ്മൾ ഒരു പൊതുസമ്മതത്തിനെ നമ്മൾ പതുക്കെ പതുക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അതോട് കൂടിയിട്ട് ഒരു ഏകതാനമായ സ്വഭാവത്തിലേക്ക് സമൂഹം മാറും. ഇതിന്റെ ഒപ്പം നമ്മൾ കാണേണ്ട മറ്റൊന്ന്, ഈ ടെക്നോളജി കൊണ്ടുവന്ന മാറ്റം. ഇന്നലെ ദീപക് അതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 70കളിലൊക്കെ നമ്മുടെ ലോകത്തിലേക്കുള്ള വാതിൽ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്റർനെറ്റ് എന്ന ഒറ്റ വാക്കിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ തന്നെ പല പല ഉപശാഖകളൊക്കെ ആയിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് പിടികിട്ടാത്ത തരത്തിൽ സാങ്കേതിക വിദ്യകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഇതിന്റെ ആദ്യകാല പഠിതാക്കളിൽ ഒരാളാണ് റേമണ്ട് വില്യംസ്. റേമണ്ട് വില്യംസിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ടെക്നോളജി ആൻഡ് കൾച്ചറൽ ഫോം എന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പോലെ ശാസ്ത്രത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് എനിക്ക് തോന്നുന്നത് വളരെ സൂക്ഷ്മമായി നോക്കേണ്ടത്, നമ്മളിപ്പോ സംസ്കാരത്തിന്റെയും അറിവിന്റെയും വിനിമയത്തെക്കുറിച്ച് പറയുമ്പോൾ സാങ്കേതിക വിദ്യ അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പഠിക്കേണ്ടത്.
അത് ആം, അത് ആം, എനിക്ക് എപ്പോഴും ടെലിവിഷനിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ടെലിവിഷന്റെ ആസ് എ ടെക്നോളജി അതിന്റെ സ്വഭാവം അത് 24/7 ആണ്. ഇപ്പൊ 24/7 ആവണം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ അതിന്റെ ഉള്ളടക്കത്തെ മാറ്റാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു. ഈ സാറ്റലൈറ്റ് ആൻഡ് കേബിൾ രംഗത്തേക്കുള്ളവർ പ്രേരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ തൊട്ടടുത്ത ടെക്നോളജി വരുമ്പോഴേക്കും ആ ടെക്നോളജിയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം അനുസരിച്ച് ഉള്ളടക്കത്തിന്റെ സ്വഭാവം മാറ്റാൻ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. അത് അങ്ങനെ നോക്കുമ്പോൾ മാർഷൽ മക്ലൂഹന്റെ തന്നെ പ്രശസ്തമായ മീഡിയം ഇസ് ദ മെസ്സേജ് എന്ന് പറയും. മാധ്യമം തന്നെയാണ് സന്ദേശം. നിങ്ങൾ ഏത് മാധ്യമമാണോ ഏത് ടെക്നോളജിയാണോ ഉപയോഗിക്കുന്നത് ആ ടെക്നോളജി തന്നെയായിരിക്കും നിങ്ങൾ പറയുന്ന സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മളിപ്പം 2-3 സ്റ്റെപ്പുകൾ കണ്ടു. ആദ്യത്തെ സർവീസ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഡെവലപ്മെന്റൽ കമ്മ്യൂണിക്കേഷന്റെ കാലം, കേബിൾ ആൻഡ് സാറ്റലൈറ്റിന്റെ കാലം, അത് കൊണ്ടുവന്നിരിക്കുന്ന ഈ മൊണോപ്പൊളിയുടെ കാലം. ഈ മൊണോപ്പൊളിയുടെ കാലത്ത് എങ്ങനെയാണ് മാധ്യമത്തിന്റെ സ്വഭാവം മാറുന്നത്? ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കേബിൾ ആൻഡ് സാറ്റലൈറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ സ്പേസിലേക്കാണ്. ഈ ഡിജിറ്റൽ സ്പേസിൽ എത്തിയോട് കൂടിയിട്ട് 2 മാറ്റങ്ങൾ പ്രധാനമായിട്ടുണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ലെഗസി മീഡിയ എന്ന് പൊതുവെ ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർ പറയുന്ന പത്രങ്ങളാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ലെഗസി മീഡിയ, ഈ ലെഗസി മീഡിയയുടെ റീച്ച് വല്ലാതെ കുറയുകയും ഡിജിറ്റൽ സ്പേസ് വല്ലാതെ വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം. അത് ഈ അടുത്ത് ഇതൊരു ഓതന്റിക് സ്റ്റഡി അല്ല, ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ നടത്തിയ സ്റ്റഡി കാണിക്കുന്നത് പത്രം വായിക്കുന്നവർ 10%, ടെലിവിഷൻ കാണുന്നവർ 25%, ഫേസ്ബുക്ക് 30%, ഇൻസ്റ്റയും വാട്സാപ്പും ഏകദേശം 100%. അങ്ങനെ ഒരു കണക്ക്, ഇതൊരു കൃത്യമായ കണക്കല്ല എങ്കിൽ പോലും ഏകദേശം ഇതൊരു ട്രെൻഡ് തരുന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോ ഏകദേശം 260ഓളം പേരുള്ള ഈ ഗ്രൂപ്പില് ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉള്ളവരൊന്ന് താഴെ ഒരു ചെറിയ മെസ്സേജ് തരാം. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ട് അക്കൗണ്ട് ഉള്ളവര് ഒരു ചെറിയ മെസ്സേജ് തന്നാൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ളത് എനിക്ക് അതെന്തായാലും അല്ലെങ്കിൽ പൊതുവെ കാണുന്നത് ഫേസ്ബുക്ക് പോലും ഇപ്പോൾ പിറകോട്ട് പോവുകയും പുതിയ തലമുറയിലേക്ക് ഇൻസ്റ്റ എത്തിച്ചു. അപ്പൊ ആ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ മാറ്റം തന്നെ പരസ്യ മേഖലയിലും വരുന്നുണ്ട്. ഒരു കാലത്ത് പരസ്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ടെലിവിഷൻ ആണെങ്കിൽ ഇപ്പൊ ടെലിവിഷന് കിട്ടുന്ന മാധ്യമത്തിന്റെ പരസ്യത്തിന്റെ അളവ് 40-ൽ താഴെ കുറയുകയും ഡിജിറ്റൽ സ്പേസ് 50-ൽ മുകളിലേക്ക് കടക്കുകയും പത്രങ്ങൾ 10-ൽ താഴേക്ക് പോവുകയും ചെയ്യുന്നതാണ് പ്രവണത. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട വ്യൂവർഷിപ്പിൽ വരുന്ന വലിയൊരു ഡിക്ലൈൻ ഉണ്ട്. 2, പരസ്യ കമ്പനികളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ഡിജിറ്റൽ സ്പേസിനായിരിക്കും. ഇപ്പൊ നമ്മള് ഇത്രയും കാലം നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരുന്നത് കേബിൾ ആൻഡ് സാറ്റലൈറ്റ് കൊണ്ടുവന്നിട്ടുള്ള മൊണോപ്പൊളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഡിജിറ്റൽ സ്പേസിനെ കുറിച്ചാണ്. ഇനി ആ ഡിജിറ്റൽ സ്പേസിന്റെ ഒരു സ്വഭാവത്തിലേക്ക് വളരെ ബ്രോഡായിട്ട് നോക്കാം. ഡിജിറ്റൽ സ്പേസ് കൊണ്ട് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള സ്പേസ് വരുന്നത് വരും. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാവും, ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ ചോദിച്ചൊരു 4 പേര് മറ്റേ ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരുള്ളൂ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ. ചിലപ്പോൾ കൂടുതലുള്ളവരുണ്ടാവും. എങ്കിൽ പോലും യൂട്യൂബ് ഉപയോഗിക്കുന്ന യൂട്യൂബ് ബ്ലോഗേഴ്സുകൾ നമ്മുടെ ബിജു മോഹനെ പോലെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ട്വിറ്റർ എക്സ് ഉപയോഗിക്കുന്നവരുണ്ടാവും, ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ തന്നെ ഗൂഗിളിലും പലതരത്തിലുള്ള സെർച്ച് മെഷീൻസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. എന്തായാലും
നമ്മൾ പോലും എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വ്യക്തിപരമായി പോലും പത്രവായനയിൽ നിന്നും പിറകോട്ട് മാറി, ടെലിവിഷൻ കാഴ്ചയിൽ നിന്നും നമ്മൾ കുറേയേറെ പിന്മാറി. പക്ഷെ നമ്മളിപ്പം പോരാടുന്നത് മുഴുവൻ ഈ ടെലിവിഷനുമായിട്ടും പത്രവുമായിട്ടാണെങ്കിലും സത്യത്തിൽ മൊത്തം മാധ്യമ മേഖലയിൽ ഇവർക്ക് വലിയ പിന്തള്ളലാണ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം പുറകോട്ട് പോയിട്ടുണ്ട്. ആ സ്പേസിൽ 50, 55, 60% ഡിജിറ്റൽ സ്പേസുകൾ ഇവോൾവ് ചെയ്തു. ഈ ഡിജിറ്റൽ സ്പേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വാക്കുകളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഡീപ് ഫേക്ക് എന്നൊരു വാക്കുണ്ട്, പോസ്റ്റ് ട്രൂത്ത് എന്നൊരു വാക്കുണ്ട്, എക്കോ ചേംബർ എന്നൊരു വാക്കുണ്ട്, ഇൻഫോ കാലിപ്സ് എന്നൊരു വാക്കുണ്ട്, അറ്റൻഷൻ ഇക്കോണമി. ഞാനിത് വാക്കുകൾ പറയാനുള്ള കാരണം ഈ ഓരോ വാക്കിനെ കുറിച്ച് നമ്മൾ അരമണിക്കൂറെങ്കിലും സംസാരിക്കേണ്ടി വരും. അത്രയും സങ്കീർണമാണ് ഇതിന്റെ ഒരു പ്രവർത്തന ശൈലി. ഒരു ഒറ്റ വാക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുക്കാം, അറ്റൻഷൻ ഇക്കോണമി. അറ്റൻഷൻ ഇക്കോണമി എന്ന് പറഞ്ഞൊരു തോമസ് ബ്രയന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെയുണ്ട്. അതില് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആദ്യമൊക്കെ ഉപഭോക്താവ് പൈസ കൊടുത്ത് മേടിച്ചിരുന്ന കാലത്ത് നിന്ന് പരസ്യങ്ങളിലേക്ക് വന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോ നമുക്ക് സൗജന്യമായിട്ടാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോ ആ സമയത്ത് പറയുന്നത്, ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രീ യു ആർ ദ പ്രോഡക്റ്റ് എന്ന്. നിങ്ങളാണ് ഉൽപ്പന്നം, നിങ്ങളെയാണ് അവർ വിൽക്കുന്നത്. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? അവര് നിലനിൽക്കുന്നത് ഈ അറ്റൻഷൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. അതായത് നിങ്ങളുടെ അറ്റൻഷൻ അവർക്ക് വേണം. നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാവുന്ന തരത്തിലുള്ള കണ്ടന്റ് ആയിരിക്കും അവരുണ്ടാക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ ഏതൊക്കെ തരത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഗവേഷണം അവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്നതും നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഗൂഗിളിൽ ശേഖരിക്കപ്പെടുന്നുണ്ടാവും. നമുക്കറിയാതെ നമ്മളിപ്പോൾ പലപ്പോഴും സ്വാഭാവികമായ സംഭാഷണത്തിൽ പറയുമല്ലോ, ഓ എനിക്കൊരു ഷൂ മേടിക്കണമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴേക്കും തൊട്ടടുത്ത നമ്മുടെ ഫേസ്ബുക്കിലും ഏത് സെർച്ചിലും വരുന്നത് നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ഒരു പരസ്യമായിരിക്കും. അപ്പം ആ രീതിയിൽ നമ്മുടെ ഡേറ്റ, വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ എക്സ്പോസ്ഡുമാണ്. ഞാൻ അതൊക്കെ പുറത്ത് തരുന്നുമുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ്റെ താല്പര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്, എൻ്റെ രാഷ്ട്രീയ താല്പര്യം കാണിക്കുന്നുണ്ട്, എൻ്റെ സാഹിത്യത്തെക്കുറിച്ചുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്, എൻ്റെ വസ്ത്ര താല്പര്യം എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനതിന് മടി കൂടാതെ ഞാൻ ഇതുപോലെ നമ്മളെല്ലാവരും തന്നെ അത് ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അങ്ങനെ ഈ അറ്റൻഷൻ ഇക്കോണമിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഈ ഡേറ്റ ഈ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നടക്കുന്ന ഈ ലോകത്ത്, ഇപ്പൊ ജീനോമിക്സിലാണെങ്കിലും നാനോ ടെക്നോളജിയിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണെങ്കിലും ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് കാണുന്നത് ഡേറ്റാ സയൻസ് ആണ്. ഈ ഡേറ്റാ സയൻസ് പറയുമ്പോൾ ആളുകൾക്ക് വേണ്ടത്, എന്നെ സംബന്ധിച്ച് 500, 1000, 5000, 10,000 ഡേറ്റാ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും എന്നെ സ്വാധീനിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന യന്ത്രങ്ങളാവും ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു ഈ വലിയൊരു കമ്പോളത്തിന്റെ ഭാഗമായി മാറുകയും നമ്മളെ തന്നെ ഒരു വിൽപ്പനച്ചരക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം. ഇതിനെപ്പറ്റിയുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള വായനയിൽ ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് മാക്സ് ഫിഷർ എഴുതിയ, ഇത് പോയതുകൊണ്ട് ഞാൻ എന്ത് എഴുതാം, മാക്സ് ഫിഷറിന്റെ ദ കെവോസ് മെഷീനാണ്. ദ കെവോസ് മെഷീൻ ഇതാണ് ഞങ്ങളിൽ പലരുടെയും കണ്ണു തുറപ്പിച്ച ഒരു പഠനം. അതായത് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ അലർട്ട് എനിക്ക് തന്നത് നമ്മുടെ പരിഷത്തിന്റെ ഒക്കെ സുഹൃത്തും ലൂക്കരെപ്പോലുള്ള രാജേഷ് പരമേശ്വരനെ പോലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ദീപക്കിനെ പോലുള്ള ആൾക്കാരാണ്. അവരാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കെവോസ് മെഷീൻ എന്ന് പറയുന്ന പുസ്തകത്തില് ഫേസ്ബുക്കിന്റെ ഫുൾ ചരിത്രമാണ് അദ്ദേഹം പറയുന്നത്.
ഈ ആൽഗരിതം എന്നുള്ള വാക്ക് ഇന്നലെ ദീപക് പറഞ്ഞു. അപ്പൊ എന്താണ് ആൽഗരിതം എന്നാരോ ചോദിക്കുകയും ചെയ്തു. അപ്പോ ഈ ആൽഗരിതം എന്താണെന്ന് പറയാനുള്ള ജ്ഞാനം എനിക്കില്ല. പക്ഷേ ആൽഗരിതമുകളാണ് ഇതിന്റെയൊക്കെ സൃഷ്ടിയുടെ അടിസ്ഥാന ശാസ്ത്രം. അപ്പം ഈ ആൽഗരിതം രൂപീകരിക്കുന്നത് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുടെ പുറത്തേക്ക്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പൊ ഈ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് അവരൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിനെതിരായിട്ടൊരു സമരം നടക്കും. പക്ഷെ ആ സമരം വലിയ പ്രചരിക്കാൻ സഹായമായ ചില ആൽഗരിതമിക് ഫാക്ടേഴ്സ് ആണ് പിന്നീട് ഫേസ്ബുക്ക് വളർത്താനായിട്ട് അവർ ഉപയോഗിച്ചത്. അതായത് ഏത് നെഗറ്റീവ് ഫാക്ടർ വെച്ചിട്ടാണോ അവർക്കെതിരായിട്ട് ഉപയോഗിച്ചത്, ആ നെഗറ്റീവ് ഫാക്ടറിനെ തന്നെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ഫേസ്ബുക്കിന് യാതൊരു മടിയുണ്ടായില്ല. അങ്ങനെ പിൽക്കാല ഇത് പിന്നീട് വലിയ കോൺട്രവേഴ്സി ആയ ഒരുപാട് പഠനങ്ങളുണ്ട്. സോഷ്യൽ ഡിലമ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, അത് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഈ തരത്തിൽ ആൽഗരിതം വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിൽ സമൂഹത്തിനെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആൽഗരിതമുകളാണ് ഉണ്ടായി വരുന്നത് എന്നുള്ള പഠനങ്ങളാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, കേംബ്രിഡ്ജ് അനലിറ്റിക്കയുടെ ഒക്കെ വലിയ പ്രശസ്തമായ അതിൻ്റെയും സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് സോഷ്യൽ ഡിലമയും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പറയാം. ഇതെല്ലാം ഈ പഠനങ്ങളും ഈ പുസ്തകങ്ങളും ഈ സിനിമകളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ആ രീതിയിൽ ഏത് തരത്തിലായിരിക്കും ഈ കമ്പോളത്തിന് മാറ്റം ഉണ്ടാകുന്നത്, ഈ ടെക്നോളജി എങ്ങനെയാണ് മാറുന്നത്, ടെക്നോളജി എങ്ങനെയാണ് സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെ സ്വാധീനിക്കുന്നത്, ഇതൊന്നും നമുക്ക് തന്നെ പിടിതരാതെയാണ് പോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡി ആയിട്ട് മാക്സ് ഫിഷർ പറയുന്നത് മ്യാൻമാറിൽ സംഭവിച്ചതാണ്. മ്യാൻമാറിൽ ഫേസ്ബുക്ക് വരുന്ന സമയത്ത് അവിടെ 0.5% ഡേറ്റ കണക്ഷൻ. അപ്പം അവരുടെ പരസ്യം തന്നെ നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെ അവരുടെ ഡിജിറ്റൽ കണക്ഷൻ 96% വളരുകയും അതിൽ കൂടി ഉണ്ടായ ഹേറ്റ്രഡ് ആണ് പിൽക്കാലത്തെ ഈ റോഹിംഗ്യാസിനൊക്കെ എതിരായിട്ടുള്ള ഭയങ്കര ജീനോസൈഡിലേക്ക് ഒരു ഫാക്ടറായിട്ട് മാറിയത് എന്നൊക്കെ മാക്സ് ഫിഷർ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വളരെ ലളിതമായ സാങ്കേതിക വിദ്യകളിൽ നിന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ എത്തുന്നതോട് കൂടിയിട്ട് സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ പുറത്തുണ്ടാക്കുന്ന സ്വാധീനം എന്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഏത് തരത്തിലുള്ള ഡിവിഷനുകളാണ്, വിഭാഗീയമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ടെക്നോളജി, ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ദീപക് പറഞ്ഞ സർവൈലൻസ് ക്യാപിറ്റലിസം പോലെ നമ്മുടെ മൊത്തം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നൊക്കെയുള്ള തരത്തിൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മളെ അലട്ടേണ്ട മറ്റൊരു കാര്യം ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഓവർലോഡുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു 12 വയസ്സിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ലോകത്തിൻ്റെ ഞാനിതിനെ വിളിക്കുന്നത് ഒരു ഭാവനയുടെ ഒരു മൈൻഡ് സ്കേപ്പ്, ഒരു മാനസിക ആകാശം വളരെ വിപുലമായിരുന്നു. ഒരുപാട് എംപ്റ്റി സ്പേസസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആ പുസ്തകത്തിനെ ഓരോ പഥേർ പാഞ്ചാലി വായിക്കുമ്പോൾ പഥേർ പാഞ്ചാലിയിലെ അവർ നടന്നു പോകുന്നത് ആ ഒരു സ്പേസ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാക്കാനുള്ള ഒരു മെന്റൽ സ്പേസ്, ഭാവനയുടേതായ ഒരു സ്പേസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ടെക്നോളജിയുടെ മാറ്റത്തോട് കൂടിയിട്ട്, ഈ ഇൻഫർമേഷൻ ഓവർലോഡിനോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സ്പേസുകൾ ഇല്ലാതെയാവുകയും സൈലൻസുകൾ ഇല്ലാതെയാവുകയും നിരന്തരമായ ഇമേജുകളുടെ ഒരു പ്രവാഹത്തോട് കൂടിയിട്ട് ഒരു ഭാഗത്ത് ഇതൊരു സൊസൈറ്റി ഓഫ് സ്പെക്ടക്കിൾസ് ആയി മാറിയെന്നാണ് ഒരു പഠനം. കെട്ടുകാഴ്ചകളുടെ സമൂഹമായിട്ട് മാറി. മറുഭാഗത്ത് ഒരു ബേൺഡ് ഔട്ട് സൊസൈറ്റി എന്ന് പറയും. അതായത് നമ്മൾ തന്നെ
നിരന്തരം ഈ പ്രക്രിയയിൽ ഇടപെട്ട് ക്ഷീണിച്ചു പോകുന്നത്ര ഒരു ബേൺഡ് ഔട്ട് ആയി പോകുന്ന അവസ്ഥ നമുക്കൊക്കെ എനിക്കും അത് ബാധകമാണ്. നമ്മളൊക്കെ രാവിലെ മുതൽ എത്ര സമയമാണ് സ്ക്രീനിന്റെ മുമ്പിൽ, എത്ര സമയം നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ ചെലവഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ തന്നെ 252 പേരോട് സംസാരിക്കുന്നു എന്ന് ഞാൻ ധരിക്കുമ്പോൾ അവർ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ പോലും ബേൺഡ് ഔട്ട് ആയി പോകുന്ന ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഈ മാക്സ് ഫിഷറിന്റെ പുസ്തകത്തില് ഇത് വളരെ രസകരമായി പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്കെല്ലാവർക്കും അംഗീകാരം ആഗ്രഹിക്കുന്ന, അംഗീകാരം അല്ലെങ്കിൽ വിജയം ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം പുള്ളി ചോദിക്കുന്നു, എത്ര കാലം മുൻപാണ് നിങ്ങൾ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 100 പേർ എണീറ്റ് നിന്ന് കൈയടിച്ചിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കലോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോഴേക്കും ആഹാ എന്ന് പറഞ്ഞ് 100 പേരുടെ കയ്യിൽ കിട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു ഈ സോഷ്യൽ കണക്ഷനും ആസ്പിറേഷനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ആസ്പിറേഷനെ അതിനുപയോഗിക്കുന്ന വാക്ക് പോസിറ്റീവ് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. അതായത് എപ്പോഴും നമുക്കിത് കിട്ടില്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഗൈഡ് കിട്ടില്ല. ചില സമയത്ത് ഗൈഡ് കിട്ടി, ചില സമയത്ത് കൊടുക്കില്ല. അങ്ങനെ ഈ ഒരു പ്രതീക്ഷ, ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോലെ ഒരു പ്രതീക്ഷ എപ്പോഴും കൊടുക്കും. അത്തരത്തില് നമ്മുടെ സ്വഭാവത്തിനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ടെക്നോളജികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മൊത്തത്തിൽ ടെക്നോളജികളിൽ വന്ന മാറ്റം, സംസ്കാരത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം. ഈ മാറ്റം ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തില് പ്രതിഫലിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പം നമ്മളെല്ലാവരെയും ഈ പൊളിറ്റിക്കൽ വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഹിന്ദുത്വയുടെ വളർച്ച. ഇന്ത്യയിലെ ഹിന്ദുത്വയുടെ വളർച്ച മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ലോക രാജ്യങ്ങളിൽ മുഴുവൻ ഉണ്ടായ ഈ വലതുപക്ഷ ചിന്തകളുടെ വളർച്ച അതെങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്ന പലരും പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ടെക്നോളജി മാനിപ്പുലേഷൻ ആണ്. ഇപ്പം ഇന്ത്യയുടെ പ്രത്യേക കോണ്ടെക്സ്റ്റില് ഇപ്പം കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ ആണെങ്കിലും BJP തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. ഇപ്പം എക്സ് പോപ്പ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഞാൻ എൻ്റെ ഫൈനൽ ലിസ്റ്റിൽ സൈഡിൽ ഉണ്ടായിരുന്നു എൻ്റെ ഫുൾ ആളുടെ പേരും. പക്ഷെ എല്ലാവരും വായിക്കുന്ന പുസ്തകം എക്സ് പോപ്പ്, അതായത് ഹിന്ദുത്വ പോപ്പ് എന്നാണ് എൻ്റെ പേര്. ആ പുസ്തകത്തിൽ അത് പറയുന്നത് എങ്ങനെയാണ് സാധാരണ ഭജനകളിൽ കൂടെ, അപ്പൊ നമ്മള് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ഭജനയുണ്ടല്ലോ, ആ ഭജനയിൽ കൂടെ അല്ലെങ്കിൽ ഭജനയുടെ സ്വഭാവത്തോടു കൂടിയ ഗാനങ്ങളിൽ കൂടെ, പാട്ടുകളിൽ കൂടെ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ തന്നെ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരു മെസ്സേജ് എംബഡ് ചെയ്ത് കയറ്റുന്നതിൽ കൂടെ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ പോപ്പ് ഉണ്ടാക്കുന്നത്. ആ കുനാൽ പുരോഹിത് രസ്വാൻ എഴുതിയിട്ടുണ്ട്, എക്സ് പോപ്പ് ബൈ കുനാൽ പുരോഹിത്. അതുപോലെ ഒരു പുസ്തകമാണ് ഐ ആം ദ ട്രോൾ, സ്വാതി അഗർവാളാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരാള് എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ടെക്നോളജികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അത് പക്ഷേ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ വേണമെങ്കിൽ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാം എന്ന് പറയുന്ന പോലെ പോലും സിമ്പിൾ അല്ല. ഒരു പത്രം ഇപ്പൊ ഇടതുപക്ഷത്തിൽ നമ്മളൊക്കെ എന്താ ചെയ്തത്, നമ്മളെ ഭാസികൾ ശാസ്ത്രരീതി തുടങ്ങി, യുരീക്ക് തുടങ്ങി എന്ന് പറയുന്നത് പോലെയും അല്ല. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ്. അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലുമാണ്. അതേപോലെ തന്നെ പരിഷത്തിന്റെ ഈ വേദിയിൽ നമ്മൾ ആലോചിക്കേണ്ട, പരിഷത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും മാധ്യമങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒക്കെ ആലോചിക്കേണ്ടത് ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ജെൻഡർ റെപ്രസെന്റേഷൻ എത്രയാണ്, സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ എത്രയാണ്, ജാതി കാസ്റ്റിന്റെ റെപ്രസെന്റേഷൻ ഒക്കെയാണ്. ഈ പഠനങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ മാത്രമേ ഇപ്പൊ നിലനിൽക്കുന്ന മാധ്യമങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ചിത്രമാണ് ഞാൻ തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ആ പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ റിസ്വാൻ ചെയ്തിട്ടുണ്ട്. ട്രോൾ
സ്വാതി ചതുർവേദി, എച്ച് പോപ്പ്, കുനാൽ പുരോഹിത്, മാക്സ് ഫിഷറിനെ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. റിസ്വാൻ ഓർമ്മയുണ്ടെങ്കിൽ മറ്റേ ആ സിനിമയുടെ പേര് എഴുതും, സോഷ്യൽ ഡിലമയുണ്ട്, വേറെ ഒരെണ്ണം കൂടിയുണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് നോക്കുമ്പോൾ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കാൻ ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളെ കൗണ്ടർ ചെയ്യാനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ഇടപെടാം എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നു അങ്ങനെയുമല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നമ്മൾ അറിയാത്ത തരത്തിലുള്ള ആൽഗരിതംസാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നടത്തുന്ന ഇടപെടലെല്ലാം തന്നെ ആ മൊത്തം നെഗറ്റിവിറ്റിയിലേക്ക് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ള വാദവും ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ചില ഉയർന്ന പ്രകാശഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ധ്രുവ് റാഠി ആണെങ്കിലും, റാവിഷ് കുമാർ ആണെങ്കിലും, ഈ അടുത്ത് അറസ്റ്റിലായ പ്രബീർ ബുർഖായസ്തി ആണെങ്കിലും, ഇത്തരത്തിൽ വളരെ സജീവമായ സ്പേസുകൾ ഉണ്ടാക്കാനുള്ള ധാരാളം ശ്രമങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷൻ തന്നെ ഇവരുടെയൊക്കെ ഇടപെടൽ, ധ്രുവ് റാഠിക്കൊക്കെ 1.5 കോടിയാണ് വ്യൂവർഷിപ്പ് ഉള്ളത്. അതിൻ്റെ ചുരുങ്ങിയ തോതിൽ നമ്മുടെ ബിജു മോഹനെ പോലുള്ളവരും ഒക്കെ ഈ സ്പേസിൽ ഇടപെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇടപെടാൻ നോക്കുമ്പോൾ പോലും പരിഷത്ത് അതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ ഇത്രയും ഒരു ഇതിനകത്ത് ഞാൻ വിട്ടുപോയി ഒന്ന് സംസ്കാരം എന്നുള്ള ഒരു കാര്യം മാത്രം, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഞാൻ അതിലേക്ക് ഒരുപാട് കടന്നിട്ടില്ല. കാവുമ്പായി എനിക്ക് തോന്നി ഇതിന്റെ അനുബന്ധമായി സംസാരിക്കുമ്പോൾ പറയും ഞാൻ കരുതുന്നു. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായി, ശരിയാണ്. പക്ഷേ ഈ മാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ ഏത് പുതിയ ടെക്നോളജി വരുമ്പോഴും അതിൽ വന്നിരുന്ന സാംസ്കാരിക രൂപങ്ങൾ ആ യാഥാർത്ഥ്യത്തിനെ എത്രമാത്രം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം 50കളുടെ ആദ്യമുള്ള KPAC അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ, അതാ യാഥാർത്ഥ്യത്തിന്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് താഴെത്തട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തിന് അതേ പ്രതിഫലനമാണ്. നമ്മൾ അക്കാലത്തെ സിനിമകൾ പോലും ഏകദേശം അത്തരത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ ഇന്ത്യയിലെ മുൽക്ക് രാജാനന്ദായാലും പ്രേംചന്ദ് ആയാലും ഇവിടുത്തെ നമ്മുടെ എഴുത്തുകാരായാലും ഒക്കെ തന്നെ, കുമാരനാശാനായാലും തകഴിയായാലും ആരായാലും യാഥാർത്ഥ്യത്തിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു സാംസ്കാരിക രൂപങ്ങളായിട്ട് വന്നത്. എന്നാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വരുന്ന സിനിമകളുടെ സ്വഭാവം എന്താണ് എനിക്കറിയില്ല. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുകയല്ല, നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അത്തരത്തിൽ ഏത് തരത്തിലാണ് സാംസ്കാരിക രൂപങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്? ആ സാംസ്കാരിക രൂപങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത് ടെക്നോളജി കൊണ്ട് മാത്രമാണോ, അതോ ഈ പഴയ മാർക്സിസ്റ്റ് പദാവലിയിൽ പറയുന്ന എന്താണ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, അതൊക്കെ മാർക്സിസ്റ്റുകാർ തന്നെ വിട്ടുകഴിഞ്ഞതാണ്, എങ്കിൽ പോലും അത്തരത്തിലുള്ള മാറ്റങ്ങളാണോ? ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ കൂടിയാണ് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്തയ്ക്കുള്ള ഒരു ഓപ്പൺ സ്പേസ് വിട്ടിട്ടാണ് ഞാൻ അടുത്തൊരു 5-10 മിനിറ്റ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. പരിഷത്ത് ഇപ്പം നാളെ മുതൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അത്തരത്തിലുള്ള ചിന്തകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് പരിഷത്ത്. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്വയം വിമർശനത്തോട് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള സത്യമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ, ഒന്ന്, പലരും പറയുന്നത് കേരള സമൂഹത്തിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. ഇപ്പോ 80കളുടെ ആദ്യം ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും എന്ന് പറയുമ്പോൾ അന്ന് ടെറസിൻ വീട് 30% ഉള്ളൂ, കക്കൂസ് 25% ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, അത് മാറിക്കഴിഞ്ഞു. അപ്പൊ അക്കാലത്തെ മുദ്രാവാക്യം ഇപ്പോൾ അപ്രസക്തമായി കഴിഞ്ഞു. പക്ഷെ അക്കാലത്തേതുപോലെ പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും. എങ്കിലും നമ്മുടെ ഐസക്കിന്റെ ഒക്കെ പുസ്തകത്തിൽ പറയുന്നത്, ഏറ്റവും പുതിയ പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് പുസ്തകമാണ്, അനദർ പോസിബിൾ കേരള. അതിലൊക്കെ ഐസക്ക് പറയുന്നത് കേരളം ഒരു മധ്യവർഗ സമൂഹമായി മാറിക്കുക, അത് മധ്യവർഗ അഭിലാഷങ്ങളുള്ളതുമായ ഒരു സമൂഹം, അങ്ങനെയാണ് പറയുന്നത്. 75% മധ്യവർഗം എന്നുള്ള രീതിയിലല്ല, 30% മധ്യവർഗം, 30-35% മധ്യവർഗ അഭിലാഷ, ആസ്പയറിംഗ് മിഡിൽ ക്ലാസ്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിനെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യും? അത് നമ്മളെ സംബന്ധിച്ച് വലിയ
ദുഷ്കരമായ ഇത് ചോദ്യം ചെയ്തവരുടെ ടി.കെ.ഡി പോലുള്ളവരൊക്കെ ഈ ഡെഫിനിഷനൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമുക്ക് ചർച്ചയാവുന്നതാണ്. എന്ത് പറഞ്ഞാലും മധ്യവർഗമായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മധ്യവർഗ സ്വഭാവ സവിശേഷതകൾ ധാരാളമുള്ളൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അത്തരമൊരു സമൂഹത്തിലേക്ക് എന്ത് തരത്തിലുള്ള മെസ്സേജുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും, ഏത് തരത്തിലാണ് നമ്മൾ അവരെ സമീപിക്കേണ്ടത്, ഏത് മാധ്യമങ്ങളാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കേണ്ടത്, ഏത് മാധ്യമം ഏത് തരത്തിൽ ഉപയോഗിക്കണം. അപ്പം ഈ അടുത്ത കാലത്ത് പല ചർച്ചകളും കൃഷ്ണേട്ടൻ്റെ കൂടെയൊക്കെയുള്ള ചർച്ചകളിലേക്ക് എപ്പോഴും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇന്ന് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അത് എത്ര ഫലപ്രദമായി നിങ്ങൾ എത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏറ്റവും പ്രധാനം മീഡിയ ലിറ്ററസിയാണ്, മാധ്യമ സാക്ഷരത, അണ്ടർസ്റ്റാൻഡിങ് ദ മീഡിയ. ഈ മാധ്യമത്തിനെ നമ്മളെങ്ങനെ, ഈ മാധ്യമത്തിന്റെ വളർച്ചയെ, മാറ്റത്തെ, സാങ്കേതിക വിദ്യയെ, ഉള്ളടക്കത്തെ, അതിന്റെ സ്വാധീനത്തെ എങ്ങനെ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഓരോ വ്യക്തിയും ആ മാധ്യമമായിട്ട് ഇടപെടാൻ പാടുള്ളൂ. എനിക്ക് പത്രം വായിക്കാം, ടെലിവിഷൻ കാണാം, ഫേസ്ബുക്കിലാവാം, എന്തും ചെയ്യാം. പക്ഷേ ചെയ്യുന്നത് ഈ ബോധ്യത്തോടു കൂടിയായിരിക്കണം. ഇത് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളുള്ള ഒരു മാധ്യമമാണ്. അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള മീഡിയ ലിറ്ററസിക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയുമോ? രണ്ട്, പരസ്യത്തിന്റെ സ്വഭാവം. പരസ്യത്തിന്റെ സ്വഭാവത്തിന് എങ്ങനെ മനസ്സിലാക്കും? പരസ്യത്തിന്റെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള ക്യാപ്സ്യൂൾ വളരെ സജീവമായിട്ട് ഇടപെടുന്ന, വളരെ എനിക്കൊന്നും ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ആഡ്ബസ്റ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ രീതിയിൽ പരസ്യങ്ങളെ മനസ്സിലാക്കുക, പരസ്യങ്ങളെ പഠിക്കുക. കുട്ടികളുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ ഈ മാധ്യമ സാക്ഷരതയും പരസ്യ സാക്ഷരതയും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു പഠന പ്രക്രിയ ഉണ്ടാവണം. പിന്നീട് ഇനി നമ്മൾക്ക് തോന്നുന്നത് ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പുതിയ പുതിയ പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി. ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ലെഗസി മാഗസീൻസിന്റെ ഒപ്പം തന്നെ ലൂക്കയുണ്ട്, സയൻസ് കേരളയുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വേണ്ട രീതിയിൽ നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എത്തുന്നില്ല, എല്ലാ സ്കൂളുകളിലും കുട്ടികളിലും എത്തുന്നില്ല. ആ ഒരു മെസ്സേജിന്റെ ആ ഒരു ബ്രിഡ്ജ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? അതിൽ തന്നെ ഏതൊക്കെ പുതിയ തരത്തിലുള്ള പരീക്ഷകളിൽ നമുക്ക് മുമ്പോട്ട് പോകാം? സ്ലോ ജേർണലിസം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്ത് എല്ലാത്തിനും സ്ലോ ആയിട്ട് കിടന്ന സ്ലോ ഫുഡ് ഉണ്ട്, സ്ലോ പ്രൊഫസർ ഉണ്ട്, സ്ലോ ജേർണലിസ്റ്റ് ഉണ്ട്, സ്ലോ മീഡിയ ഉണ്ട്. ഇത്തരത്തിൽ പുതിയ ഒരുപാട് പരീക്ഷകളുണ്ട്. എനിക്ക് എല്ലാ ഡീറ്റെയിൽസിലും ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മൾ ചർച്ചയ്ക്ക് ഭാഗമായിട്ട് നമുക്കതിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മൾ കുറെ നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോയിന്റിൽ എൻ്റെ ഒരു തോട്ടിൽ അത് അവസാനിപ്പിക്കാൻ വിചാരിക്കാം. ഞാൻ ഈ അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സില് ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞൊരു ബ്ലൂ സോൺസ് നെറ്റ്ഫ്ലിക്സില് ഒരു പരമ്പര കണ്ടു. അതെ, ബ്ലൂ സോൺസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളില് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളുകളുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിനകത്ത് ഒരെണ്ണം ജപ്പാനിലെ ഒക്കിനാവയിലുള്ളൊരു മൊവായി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അവര് ഈ മൊവായി എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. മൊവായി എന്ന് പറയുന്ന ഫിലോസഫി ആ ഒക്കിനാവ ഗ്രാമത്തിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികള് 10 or 11 പേരുള്ള ചെറിയ മൊവായി ഗ്രൂപ്പുകളായിട്ട് മാറി, ചെറിയ സൗഹൃദ സംഘങ്ങളായിട്ട് മാറി. അതായത് വീടിന് പുറത്ത് 10 or 11 or 12 ഇവര് ചെറിയ മൊവായി സൗഹൃദ സംഘങ്ങളുണ്ടാവും. ഇത് അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സൗഹൃദ സംഘങ്ങളായിരിക്കും. ഈ സൗഹൃദമാണ് അത്ര അവരുടെ എന്താ പറയാ ജീവിത ദൈർഘ്യം കൂട്ടിയത്. അപ്പൊ എനിക്കത് വളരെ കൗതുകം തോന്നിയത് ഞാൻ നമ്മുടെ കേരളത്തിലെ കുറിച്ച് ആലോചിക്കാം. പൊതുവെ കേരളത്തെക്കുറിച്ച് 2 തരത്തിലാണ് ആളുകൾ. ഒന്ന്, കേരളത്തെ വല്ലാതെ ഇകഴ്ത്തി പറയാൻ നമുക്ക് ഇഷ്ടമാണ്. കേരളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇകഴ്ത്തി പറയാൻ ഇഷ്ടമുള്ളവരാണ്. മറുഭാഗത്ത് നമ്മൾ സ്വയം വല്ലാതെ പുകഴ്ത്തുന്നുമുണ്ട്. കേരള മോഡൽ വല്ലാതെ പുകഴ്ത്തുന്നവരുമുണ്ട്. എങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിലെ പരിഷത്തൊക്കെ തുടങ്ങിയ 60കൾ മുതൽ ആ കാലം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം പറഞ്ഞപ്പോൾ ഈ മൊവായി ഫിലോസഫി പറഞ്ഞ ധാരാളം ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ അവസാനം കുടുംബശ്രീ പോലെ 2.5 ലക്ഷത്തോളം ശരിക്കും സൗഹൃദ സംഘങ്ങളാണ്. അപ്പം തുടക്കത്തില് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കർഷക
മുന്നേറ്റങ്ങൾ, തൊഴിലാളി മുന്നേറ്റങ്ങൾ, ഗ്രന്ഥശാല പ്രസ്ഥാനം, ശാസ്ത്ര പ്രസ്ഥാനം, പിൽക്കാലത്ത് വന്ന സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയാസൂത്രണം, കുടുംബശ്രീ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇത്തരത്തിലുള്ള സൗഹൃദ സംഘങ്ങളുടെ രൂപീകരണവും അതിൻ്റെ ഒരു ഒരു ഉൾക്കരുത്തുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോഴേ മറ്റു തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ സമൂഹത്തിലുണ്ടെങ്കിലും ഹിന്ദുത്വത്തിന്റെ വളർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ആന്തരികമായ സ്ഥൈര്യമുള്ള, ആന്തരികമായ ശക്തിയുള്ള, ബലമുള്ള ഒരു സമൂഹമായിട്ട് കേരളം വളർന്നത് ഇത്തരം പല ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇപ്പൊ വായനശാലകൾ 6000-ഓളം വായനശാല ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞത് പരിഷത്ത് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വെച്ച ഒരു സംഘടനയാണ്. ഇത്തരത്തിൽ ചെറിയ സംഘങ്ങളുടെ MP ഒക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അയൽക്കൂട്ട സൗഹൃദങ്ങളുടെ വലിയ സംഘങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ശക്തി എങ്കിൽ അതിൽ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡീസെൻട്രലൈസ്ഡ് മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നടക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന് പകരം ധാരാളം നാരോ കാസ്റ്റിംഗ് എന്ന് പറയും, നാരോ കാസ്റ്റിംഗ് പോലത്തെ ധാരാളം പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമോ? ഇതിന്റെയൊക്കെ ഒരു സിൻഡിക്കേറ്റ് ആയിട്ട് പരിഷത്തിന് നിൽക്കാൻ പറ്റും. ഇതിനെല്ലാം ഞാൻ പറഞ്ഞ പരിഷത്ത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നതിനപ്പുറം ഈ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ചെറിയ, ഞാൻ ബിജുമോഹന്റെ കാര്യം പലതവണ പറഞ്ഞു, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന വലിയൊരു അംബരലയായിട്ട് എല്ലാ തരത്തിലുള്ള ജെൻഡറും കാസ്റ്റും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പുകളുടെ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പുകളുടെ വലിയൊരു ശൃംഖല നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് എൻ്റെ ഒരു എന്താ പറയുക, ചുമ്മാ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തരുന്ന ഒരു തോട്ടാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനൊരു ക്ലാരിറ്റി വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ 50കൾ മുതൽ സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റം വന്നു, അതിൻ്റെ ഉടമസ്ഥതയിൽ വലിയ മാറ്റം വന്നു, അത് സമൂഹത്തിൽ ഇടപെടുന്ന രീതിയിൽ വലിയ മാറ്റം വന്നു. ഇപ്പൊ എത്തിയിരിക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ കൂടുതൽ സങ്കീർണമായ ഒരു ലോകത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതില് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിപ്പോ എനിക്കൊന്ന് ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് മുന്നോട്ട് ഉള്ള ചർച്ചകൾ കൂടി പറ്റൂ. എൻ്റേത് വളരെ സ്കെലിറ്റൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു അത്. ഇനിയുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്ന മാത്രമല്ല, ഇത് തുടർന്നുള്ള ചർച്ചകളിൽ കൂടെ കാവുമ്പായ മാഷ് പറഞ്ഞ പോലെ ഇത് തന്നെ ഒരു സെഗ്മെന്റ് ആയിട്ട് മാറുകയും അത്തരത്തിൽ കഴിയുമെങ്കിൽ അതൊരു വലിയ നേട്ടമാണെന്ന് എനിക്ക് കരുതുന്നു. എന്തായാലും ഇതുപോലെ ഒരു അവസരം തന്നതിന് വളരെ നന്ദി.